ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. താരൂർ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതക കേസിൽ നേരത്തെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് ശരിവെച്ച് എയിംസ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ളവയാണ് എയിംസിലെ ഡോക്ടർമാർ പരിശോധിച്ചത്. എയിംസിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ CBI സംഘം കോടതിയിൽ സമർപ്പിക്കും. തിരൂർ കൈമലശ്ശേരിയിൽ സ്കൂൾ വാൻ പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ആലത്തൂരിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂൾ വാനാണ് മറിഞ്ഞത്. പൊന്നാനിയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്ക്. പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പൊന്നാനി ആലിയാമാക്കാനകത്ത് കുഞ്ഞാക്ക എന്നയാളെ പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടൂരിൽ തോട്ടിൽ നിന്നും അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. നടുവത്ത് പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി ഭാഗത്തു നിന്നാണ് പുരുഷന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. കാപ്പിൽ തോടിന് സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത്. മലപ്പുറം കുന്നുമലയിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരി കുറുവ സ്കൂൾപ്പടി സ്വദേശി മുല്ലപ്പള്ളി മുസ്തഫയുടെ ഭാര്യ ഹഫ്സത്താണ് മരിച്ചത്. കോടികൾ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടത്തിയ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ കൈയടക്കി തെരുവ് കച്ചവടം നടത്തിയവരെ ഒഴിപ്പിച്ച് നഗരസഭ. ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് പൊന്നാനി നഗരസഭയുടെ നടപടി. പൊതുനിരത്ത് കയ്യേറി കച്ചവടം നടത്തിയ 20 പേരെയാണ് ഒഴിപ്പിച്ചത്. എടക്കര മൂത്തേടം പനമ്പറ്റിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പുല്ലാണിക്കാടൻ നൌഫലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് കാരപ്പുറം ചോളമുണ്ട വറ്റിപ്പറമ്പ് ഷാമിൽ ബാബുവിനെ എടക്കര പോലീസ് ഇൻസ്പെക്ടർ S. അനീഷ് അറസ്റ്റ് ചെയ്തത്. പതിവ് തെറ്റാതെ മഴക്കാലത്ത് തകർന്നടിഞ്ഞ കൊണ്ടോട്ടിയിലെ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ബൈപ്പാസ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നു. 17 മൈൽ ജംഗ്ഷൻ മുതൽ നഗരമധ്യത്തിലും കുറുപ്പത്ത് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ടാറടർന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം അലക്ഷ്യമായി കിടക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. മഴ നനഞ്ഞ് ജലം പരിസരങ്ങളിൽ കെട്ടിനിൽക്കുന്നതിനാൽ കൊതുക് പെരുകാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെ മേൽക്കൂരയിൽ ചോർച്ച അടയ്ക്കാത്തതിൽ രാജ്യാന്തര യാത്രക്കാർ കോഴിക്കോട് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത് പലപ്പോഴും മഴ നനഞ്ഞാണ്. രാജ്യാന്തര പുറപ്പെടൽ ടെർമിനലിലേക്കുള്ള യാത്രക്കാർ വാഹനത്തിൽ വന്നിറങ്ങുന്ന ഭാഗത്താണ് കാര്യമായ ചോർച്ചയുള്ളത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.